കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കടപ്പുറങ്ങളിലൊന്നായ അടിമലത്തുറ തീരമാണ്. വിഴിഞ്ഞത്തിനും കോവളത്തിനും തൊട്ടുകിടക്കുന്ന ഈ അടിമലത്തുറ തീരം ടൂറിസ്റ്റുകൾക്കും വിനോദസഞ്ചാരികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തെക്കൻ കേരളത്തിലെ പ്രമുഖമായ ഒരു കേന്ദ്രമാണ്. ആയിരക്കണക്കിന് വള്ളങ്ങൾ, ഫൈബർ വള്ളങ്ങളും ഇതിനു മുൻപ് താങ്ങുവള്ളങ്ങളും കമ്പവലയും ഒക്കെ സജീവമായിരുന്ന ഈ തീരം വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷം വളരെ ഒന്നുകൂടെ മനോഹരമായാണ് കിടക്കുന്നത്. ഈ തീരത്തിന് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ബ്രേക്ക് വാട്ടർ, വിഴിഞ്ഞം രണ്ടാം ഘട്ടത്തിൻ്റെ ബ്രേക്ക് വാട്ടറാണ് ആ കാണുന്നത്. 4 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ബ്രേക്ക് വാട്ടറാണ്. ആ ബ്രേക്ക് വാട്ടറിൻ്റെ തൊട്ട് തെക്കുവശത്ത് ഈ തീരം വളരെ സുരക്ഷിതമായി കിടക്കും. എന്നാൽ വടക്കോട്ടുള്ള ഭാഗത്ത് ശംഖുമുഖമായാലും വലിയ തുറയായാലും പൂന്തുറയായാലും വടക്കോട്ട് അഞ്ചുതെങ്ങ് വർക്കല വരെ കടൽക്ഷോഭമാണ്, കടലേറ്റമാണ്. തെക്കുവശത്ത് കരവെക്കുന്നത് കൊണ്ട് ഈ തീരത്തിന് വലിയ ക്ഷോഭം ഉണ്ടായിട്ടില്ല. ഈ തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളാണ് ഇരിക്കുന്നത്. ഇവർ ബന്ധനം കഴിഞ്ഞാൽ ചരക്ക് വിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്തു നിന്നും നേരെ ചരക്കുകളെല്ലാം വിറ്റതിന് ശേഷമാണ് അവരിവിടെ വരുന്നത്. വർഷകാലമായതുകൊണ്ട് ഇപ്പോൾ കമ്പുവലയില്ല. ഇപ്പോൾ കടലിൻ്റെ വെള്ളത്തിൻ്റെയും അവസ്ഥ നോക്കിയിട്ടാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഇവരുടെ ഏനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഷെഡാണ്. ഇവിടെയാണ് ഇവർ കടലിൽ പോകാനായിട്ട് സജ്ജമാകുന്നത്. നിങ്ങൾ ഇന്നിപ്പോൾ എന്ത് പണിക്കാണ് പോകുന്നത്? കടലിലുള്ള എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളെ തരുമെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ 10 ദിവസം നിങ്ങൾ ആർബർ കെട്ടി നീട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ഓരോ പട്ടണമായിട്ടിരിക്കുന്നു. നിങ്ങൾ ആദ്യം തരുമെന്ന് പറഞ്ഞ് കമ്പാലിക്കാൻ പോയി. ഞങ്ങള് കമ്പാല ഉണ്ടോ? ഓ, അല്ല വർഷകാലം ആയതുകൊണ്ട് അല്ല, വർഷകാലത്ത് തന്നെ വല്ലതും കിട്ടുന്നത്. അപ്പൊ ഇത് കെട്ടി നിർത്തിയതിന് ശേഷം കമ്പാലിക്ക് വർഷത്തിൽ പണി കുറവ്. അല്ലെങ്കിൽ 1000 രൂപ 2000 രൂപ 1500 രൂപ കിട്ടി ഞങ്ങളെ പാട് കഴിഞ്ഞുകൊണ്ട് പോകും. ഇപ്പൊ ആ ഗതിയില്ല. ആ ഹാർബർ വന്ന് നിറഞ്ഞതിന് ശേഷം മീൻ വന്ന് അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. നമ്മൾ അതിന് ഉള്ളിൽ കിടക്കാനും പറ്റുന്നില്ല. അവരൊന്ന് രട്ടാനും ചെയ്യുന്നു. ഈ അദാനി വന്ന് വിരട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒതുങ്ങി മാറി കൊടുക്കും. പിന്നെ അവൻ കപ്പലും മറ്റേ വളകാട്ടി എന്ന് പറയുന്ന 2-3 ബോട്ടുണ്ട്. അവന്മാരൊക്കെ വന്ന് നമ്മളെ മാറ്റി വിടുന്നു. നമുക്കിപ്പം ചെറിയ 2 വഞ്ചിയിൽ ഒരു തട്ടുമടി കൊണ്ടുപോയി അത് ജോലി ചെയ്യാൻ അത് പറ്റുന്നില്ല. കമ്പാലിക്കാൻ അത് പറ്റുന്നില്ല. ഇപ്പൊ 2000-3000 രൂപ കിട്ടുന്ന ആ പണിയും കമ്പോലെ കരപടിയൊക്കെ നിർത്തിയിട്ട് നഷ്ടപരിഹാരം തന്നില്ലേ എല്ലാവർക്കും? അത് വർഷങ്ങളായല്ലോ ഞങ്ങള്. അത് പോയക്ക് മുമ്പ് കൊടുത്തല്ലോ, എല്ലാവർക്കും കൊടുത്തില്ലല്ലോ. 1000-600 പേർക്കേ കിട്ടിയുള്ളൂ. ബാക്കി 2800 കുടുംബമുണ്ട്. 3600 സംതിങ് ആയി. അത്രയും കുടുംബമുള്ളതിൽ ഇപ്പം കിട്ടുന്ന തുച്ഛാന പൈസ കൊടുത്തോറ് കിട്ടി. വീണ്ടും തരുമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ അവന്മാര് കൊടുക്കൊണ്ട് വേണേൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മള് കടലിൽ പോകുന്നതിന് കപ്പൽ ഓടി വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ മൊത്തം ആക്ടനെ എല്ലാം നഷ്ടപരിഹാരമായിട്ടില്ലാണ്. അല്ല, കപ്പൽ ഓടി പതുക്കെയല്ലേ കപ്പൽ പോകുന്നത്? കപ്പൽ പതുക്കെ വന്നാൽ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മൾ അവിടെ നിന്ന് മാറിയിൽ കൊടുക്കണം. ആ സമയത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവര് ഹാണടിച്ച് നമ്മൾ ഓട്ടിക്കും. കപ്പല് പോയതിനു ശേഷം അല്ലെങ്കിൽ വന്നതിന് ശേഷം നമ്മള് അടുത്ത പണി തുടങ്ങും. അതിനു മുമ്പ് 2 ചെറിയ കപ്പൽ വരും. അല്ല, രാജ്യത്തെ വലിയ വികസനം വരുമ്പോ നമ്മളെല്ലാം രക്ഷപ്പെടത്തില്ലേ? വികസനം വന്നു കഴിച്ചാണ് ഈ ജനങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത്. വികസനം വന്ന് കുഴപ്പമില്ല, പക്ഷെ ഇപ്പം നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളാണ് നഷ്ടപ്പെടുന്നത്. അല്ല, ഒരു കുഴപ്പമില്ല. അല്ല, അവിടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് തൊഴിലില്ലേ? എല്ലാം നല്ലോണം ബംഗാളികൾക്കും അവന്മാർക്കാണ് ജോലി കൊടുക്കുന്നത്. നമ്മളെ മക്കള് ഡിഗ്രി കഴിഞ്ഞ് ഹോട്ടൽ മാനേജർ കഴിഞ്ഞ് ഇതെല്ലാം +2 എല്ലാം പാസ്സായിട്ട് നിന്ന് മക്കൾക്ക് ഒരു ജോലിയും ഒന്നും തന്നെയല്ല അവന്മാര്. നമ്മളവിടെ കയറാൻ പോലും വിടില്ല. അല്ല, ഇപ്പൊ 2ാം ഘട്ടം പൂർത്തിയാകുമ്പോ അടിമലത്തുറ തീരത്തിലേക്ക് 2ാം ഘട്ടം പൂർത്തിയാകുമ്പോ ഈ പറയുന്ന ഞങ്ങളൊക്കെ എല്ലാം മരിച്ചു പോകും. ഈ 2ാം ഘട്ടം പൂർത്തിയാകുമ്പോ ഞങ്ങൾ മരിച്ചു പോകും. കടലിൽ പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്.
അപ്പോൾ നമുക്ക് ഈ വിഴിഞ്ഞത്ത് എന്തെങ്കിലും തൊഴിൽ സാധ്യതയും വികസനവും ഒക്കെ വിഴിഞ്ഞത്ത് പോയാൽ അവന്മാര് പോലീസുകാരെ തടയണ് രാത്രി പണിക്ക് പോകാൻ ഇവിടെ എല്ലാം അവന്മാര് 12 മണിക്ക് 1 മണിക്ക് അവന്മാര് വണ്ടിയെ തടഞ്ഞിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ കാവൽ കിടന്നിട്ടാണ് ഞങ്ങള് പോണത്. 4 മണി കടലില് പോണത്. 4 മണി കഴിഞ്ഞില്ലാണ്ട് വിടുന്നില്ല. 4 മണിക്ക് പോയിട്ട് വിഴിഞ്ഞത്ത് പോയാൽ ജോലി ചെയ്യുമ്പോൾ ഈ 4 മണി കഴിഞ്ഞ് ഇതെടുത്ത് ജോലി ചെയ്യുമ്പോൾ നേരെ വിളക്ക് ഒന്നും കിട്ടുന്നില്ല. അതായത് വെള്ളത്തിന്റെ ഒഴുക്കിന്റെ അനുസരിച്ചാണ് നമ്മൾ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ രാത്രി പോയി അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ ആ വിഴിഞ്ഞത്ത് ഇറ സമ്മതിക്കുന്നില്ല. പോലീസുകാരനെ എല്ലാവരോടും നമ്മളെ പിടിക്കുന്നു. അപ്പൊ നമ്മളെങ്ങനെയാണ് ജീവിക്കാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി വരുമ്പോൾ ജനങ്ങളൊന്നും വേണം. ജനങ്ങളോടൊന്നും പരാതിയും കേട്ടോണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നു. ഇവിടെ മുമ്പറായിരുന്നാലും ശരി, എവനായിരുന്നാലും ശരി, ഒരു ബലവുമില്ല ഞങ്ങൾക്ക് ആരെയും കൊണ്ട്. അല്ലിപ്പോ നിങ്ങൾ എത്ര ദൂരത്തിൽ പോകും ചേട്ടാ നിങ്ങൾ പണി? ഉള്ളിലോട്ട് പോണ ഒരു 4 കിലോ 5, 7, 8 കിലോമീറ്റർ വരെ പോകും. അത് കപ്പൽ ചാലാണല്ലോ, കപ്പൽ വരുന്ന വഴിയിൽ തന്നെയാണല്ലോ. അപ്പൊ അവിടെ വല നീട്ടാനൊക്കെ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വല വിട്ടാ നമ്മളെ വലയെല്ലാം കീറി പോകും. ഇപ്പൊ ഇവിടെ കടലില് പണി എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? കടലിൽ ഇപ്പൊ നല്ല മോശമാണ്. ഇപ്പൊ അത് കാലാവസ്ഥ ഇപ്പൊ പഴയതുപോലുള്ള കാലാവസ്ഥ ഒന്നും ഇല്ല ഇപ്പൊ. അല്ലെങ്കിൽ ഇതേ ടൈമില് വലിയ കടൽക്ഷോഭം, കാറ്റ്, മഴ ഇവിടെ ഇരിക്കാനും പറ്റത്തില്ല. ഇത്തവണ കടലെടുത്തില്ലേ? ഇല്ല വെള്ളം നീര് വിരിച്ച് വർഷം വന്നില്ലേ? ഇല്ല അങ്ങനെ ഒന്നും ആയിട്ടില്ല. അത് ചെറിയൊരു വെള്ളത്തിന്റെ ഒരു തണുപ്പ് മാത്രമേ ഉണ്ട്. അതുകൊണ്ടാണ് പണികളില്ലാത്തത്. അല്ലെങ്കിൽ ഇതേ ടൈമിൽ വരുമ്പോ ഞങ്ങൾ 7 മണി 8 മണിയൊക്കെ ആവും. ഇപ്പം പണിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ വർഷത്തെ സീസൺ നല്ല മോശമാണ്. അപ്പൊ എങ്ങനെ അത് കുറച്ച് കൊടിയാള് അല്ലെങ്കിൽ കുറച്ച് നുത്തോലി ഇടുന്ന അതെവിടെ കൊണ്ടുവന്ന വില പോലും ഇല്ല. അല്ല, ഓവർ ഫിഷിംഗ് ആണോ? കൂടുതൽ വള്ളങ്ങളും കൂടുതൽ ആയിട്ട് കടലിൽ നിങ്ങൾ ഫിഷ് ചെയ്യുന്നോണ്ടാണോ ഈ മത്സ്യം കിട്ടാത്തത്? അങ്ങനെയല്ല, അത് കാലവർഷത്തിൻ്റെതാണ്. ബോട്ടുകളുടെ എങ്ങനെയുണ്ട്? ബോട്ടുകൾ ട്രോളിംഗ് ബോട്ട് അത് ഉള്ളിലോട്ടാണ് അവന്മാര് ചെയ്യുമ്പോ അവിടെ നിന്ന് കരയിട്ട് മീൻ വരാൻ നല്ല മോശത്തിലാണ് മീൻ കരക്കി വരുന്നത്. അപ്പൊ മൊത്തത്തിലൊരു നല്ല കാലമല്ല. ഇല്ല. അപ്പൊ വിഴിഞ്ഞത്തിന്റെ 2ാം ഘട്ടം വരുമ്പോ നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പണിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. അവര് മൊത്തത്തിൽ വാർപ്പടിക്കാൻ ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മക്ക് ഇവിടെ നിന്ന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവർ പറയുന്നത് ഈ കടൽപ്പണിക്ക് എന്ത് തന്നെ ആയാലും ആശങ്കയാണ്. വലിയ വികസനവും തുറമുഖവും കപ്പലും ഒക്കെ വരുമെങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് അത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് ഈ അടിമലത്തുറയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ 2ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഈ മനോഹരമായ തീരവും കുറച്ചധികം ഈ തുറമുഖത്തിന് വേണ്ടി അത് വാർഫ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും ഇവരിൽ ആശങ്ക പടർത്തുന്നു. കാരണം ഇവരുടെ വീടുകളാണ് ഈ തീരം മുഴുവൻ. ഈ തീരത്ത് ഈ നിൽക്കുന്ന വീടുകളെല്ലാം ഇവിടെ ഒരു സുരക്ഷിതമായ കടൽ തീരമായതുകൊണ്ട് ഇവിടെ ഈ വീടുകളെല്ലാം അവർ ജീവിക്കുന്ന വീടുകളാണ്. ഇതൊക്കെ നഷ്ടമാകുമോ എന്നുള്ളൊരു ആശങ്ക ഇവർക്കുണ്ട്.